കഴിഞ്ഞ 2 ദിവസമായി വാർത്താകോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് KG എബ്രഹാം. കുവൈറ്റിൽ ഫ്ലാറ്റിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 50 പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് KG എബ്രഹാം എന്ന പ്രവാസി വ്യവസായിയുടെ പേര് സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഈ മലയാളിയായ പ്രവാസി വ്യവസായിയെപ്പറ്റി ബോധപൂർവം സമൂഹ മാധ്യമങ്ങളിൽ കരുതേക്കുന്നവർ അദ്ദേഹത്തിൻ്റെ നന്മകൾ കൂടി ഒന്നറിഞ്ഞിരിക്കണം. അദ്ദേഹം സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഒട്ടേറെ നന്മകൾ കാണാതെ പോകരുത്. 50 പേര് മരണപ്പെടുകയും അനേകം പേർ ചികിത്സയിലായിരിക്കുകയുമാണ്. മരിച്ചവരിൽ 24 പേർ മലയാളികളാണ്. സ്വന്തം കുടുംബത്തെ പോറ്റാൻ 100,000 പ്രതീക്ഷകളോടെ പ്രവാസ ലോകത്തിലേക്ക് പോയവരാണല്ലോ ഇവരെല്ലാം. അനവസരത്തിൽ കാലത്തിൻ്റെ യവനിക വലിച്ചിട്ട് ജീവിതത്തിൻ്റെ കാണാമറയത്തേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പകരം വയ്ക്കാൻ അവർ തന്നെയുള്ളൂ. എല്ലാവരെയും പോലെ KG എബ്രഹാമും ഒരു പ്രവാസിയായി തൻ്റെ 22-ാം വയസ്സിൽ കുവൈറ്റിലേക്ക് പോയ ആളാണ്. 22-ാം വയസ്സിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര ചെറുപ്പമാണെന്ന്. പഠിക്കേണ്ട കാലം. അവിടെ 60 ദിനാറിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുത്ത ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിലിരുന്ന 1,500 ദിനാറും കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് സമാഹരിച്ച 2,500 ദിനാറും ചേർത്ത് 4,000 ദിനാർ കൊണ്ട് തുടങ്ങിയ NBTC എന്ന കമ്പനി ഇന്ന് വളർന്ന് പന്തലിച്ച് 14 രാജ്യങ്ങളിലായി 25,000-ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. കുവൈത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് NBTC. ക്രൂഡ് ഓയിൽ, ടൂറിസം, ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ്, മാർക്കറ്റിംഗ്, ഫിലിം മേക്കിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങി പല മേഖലകളിലും കേരളത്തിലും വിദേശത്തുമായി ബിസിനസ്സുകൾ വ്യാപിച്ചു കിടക്കുന്നു. ഹൈവേ സെൻറ്റർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട്. അദ്ദേഹം തൻ്റെ തൊഴിലാളികൾക്കായി എടുത്ത അനേകം ബിൽഡിങ്ങുകളിൽ ഒരു ബിൽഡിങ്ങിലാണ് അപകടമുണ്ടായത്. 6 നിലയിലുള്ള ബിൽഡിങ്ങിൽ ഏകദേശം 200-ഓളം തൊഴിലാളികളായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരായിരുന്നു തൊഴിലാളികൾ കൂടുതലും. ഒരു മുറിയിൽ 2-3 ആൾക്കാർ മാത്രമായിരുന്നു താമസം. മറ്റ് പല ഗൾഫ് ലേബർ ക്യാമ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല അക്കോമഡേഷനും ഫുഡുമായിരുന്നു തൻ്റെ തൊഴിലാളികൾക്ക് അദ്ദേഹം നൽകിയിരുന്നത്. തൻ്റെ തൊഴിലാളികളെ തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്ത് നിർത്തുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ജോലിക്കാരനാരെങ്കിലും ഏത് വിധത്തിലെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപയും പുറമെ 4 വർഷത്തേക്കുള്ള അവരുടെ ശമ്പളവും ഇൻഷുറൻസ് വഴി നൽകിയിരുന്നു. കൂടാതെ കഴിയുമെങ്കിൽ അവരുടെ ഒരു ആശ്രിതന് അതുവഴി ജോലിയും ലഭ്യമാക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തീപിടുത്തമുണ്ടായി തൻ്റെ ജോലിക്കാർ മരണപ്പെട്ട വാർത്ത കേട്ടപ്പോൾ തൻ്റെ 50 മക്കളാണ് മരണപ്പെട്ടതെന്ന് ഹൃദയവേദനയോടെയാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ അനേകം കുടുംബങ്ങൾക്ക് തണലായും സഹായമായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രശസ്തി ആഗ്രഹിക്കാത്തതിനാൽ വീഡിയോഗ്രാഫറെയും ഫോട്ടോഗ്രാഫറെയും ഒന്നും വിളിച്ചിട്ടല്ല അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന ബൈബിൾ വാക്യം കൃത്യമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി കേട്ടത് ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന TU കുരുവിള, അദ്ദേഹത്തെ നമ്മൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെട്ട രാജകുമാരി ഭൂമി ഇടപാട് അത് പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇടുക്കി രാജകുമാരി വില്ലേജിലെ 50 ഏക്കർ ഭൂമി 7 കോടി രൂപയ്ക്ക് KG എബ്രഹാമിന് വിൽക്കാൻ കുരുവിളയുടെ മക്കൾ ശ്രമിച്ചിരുന്നു. ഇത് പുറമ്പോക്കാണെന്നും കുരുവിളയുടെ ബിനാമി ഭൂമിയാണെന്നും തിരിച്ചറിഞ്ഞതോടെ KG എബ്രഹാം ആ ഇടപാടിൽ നിന്നും പിന്മാറി. മുടക്കിയ 7 കോടി തിരികെ കിട്ടിയില്ല. ഇക്കാര്യം എബ്രഹാം ഉന്നയിച്ചതോടെ അന്വേഷണത്തിന് IAS ഉദ്യോഗസ്ഥനായ രാജു നാരായണസ്വാമിയെ സർക്കാർ നിയോഗിച്ചു. ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത്. കേരളത്തെ പിടിച്ചുലച്ച പ്രളയവും മഹാമാരിയും അതും രണ്ടും കൂടെ വന്നപ്പോൾ അദ്ദേഹം നേരിട്ട് ചെയ്ത സേവനത്തിന് പുറമെ കേരള സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം 2.5 കോടിയിലേറെ രൂപ നൽകുകയും പിന്നീട് ആ തുകയെല്ലാം വകമാറ്റി ചെലവഴിക്കുകയോ ദുരിതക്കെടുതിയിൽ ആയവർക്ക് പണം കിട്ടാതെ വരികയോ ചെയ്തപ്പോൾ അദ്ദേഹം ഇനിമേലാൽ രാഷ്ട്രീയക്കാരുമായി ചേർന്ന് ഒരു പ്രവർത്തനത്തിനുമില്ലെന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത് പലർക്കും കല്ലുകടിയായി മാറി. അതോടെ പലരും എതിരായി. ഇപ്പോഴുള്ള പല വ്യാജ പ്രചരണങ്ങൾക്കും അത്തരം താല്പര്യക്കാരുടെ സൃഷ്ടികളാണ്. അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുകയും അവർക്കെല്ലാം മാന്യമായ ശമ്പളവും മറ്റ് സൗകര്യങ്ങളും നൽകി സംരക്ഷിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് കമ്പനിയിലെ ഒരു തൊഴിലാളിയും പറയില്ല അദ്ദേഹം തൊഴിലാളി വിരുദ്ധനാണെന്ന്. തൻ്റെ കൈകളിൽ കറകൾ പറ്റാതെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ള അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയക്കാരെയോ മതത്തിനെയോ കൂട്ടുപിടിച്ച് ഒന്നും നേടുവാൻ ശ്രമിക്കാത്തയാളാണ് മർത്തോമ സഭാക്കാരനായ ഈ KG എബ്രഹാം.
തൻ്റെ കമ്പനിയിൽ മരണപ്പെട്ട ഓരോരുത്തർക്കും ഇപ്പോൾ തന്നെ 8 ലക്ഷം രൂപയോളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യുവാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തന്നാലാവുന്നത് ഏറെ ചെയ്തിട്ടുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. താൻ ജനിച്ചു വളർന്ന കുട്ടനാട്ടിൽ നിന്നുള്ളവർക്ക് പ്രത്യേകമായ പരിഗണന അദ്ദേഹം നൽകിയിരുന്നു. ഒന്നും അറിയാതെ ഒരു മനുഷ്യനെ അദ്ദേഹം അറിയാതെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഒരു വീഴ്ച വരുമ്പോൾ കുത്തി നോവിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ബിരുദന്മാരാണ് നമുക്ക് ചുറ്റുമുള്ള ചിലരെങ്കിലും. അദ്ദേഹം നന്മ ചെയ്തിട്ടുള്ള കുടുംബങ്ങളുടെ പ്രാർത്ഥന എന്നും എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും, ഉറപ്പായും.